കേരളത്തിൻ്റെ പൊതു മനസാക്ഷിയെ പിടിച്ചുലച്ച കത്തോലിക്ക സഭയുടെ അടിക്കല്ല് വരെ ഇളക്കിയ ഒരു വലിയ സംഭവമായിരുന്നു എറണാകുളത്ത് നടന്ന കന്യാസ്ത്രീകളുടെ സത്യാഗ്രഹ സമരം. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. 2018 ജൂൺ 30 മാതൃഭൂമി പത്രത്തിലാണ് ഇത് സംബന്ധിച്ച് ആദ്യത്തെ വാർത്ത വന്നത്. കുറവലങ്ങാട്ടുള്ള ഒരു കന്യാസ്ത്രീ ജലന്ധർ രൂപത അധ്യക്ഷനായ മാർ ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായിട്ട് ലൈംഗിക ആരോപണം ഉന്നയിച്ച് പോലീസിൽ പരാതി കൊടുത്തു എന്നായിരുന്നു വാർത്ത. മനോരമയിലും വാർത്തയുണ്ടായിരുന്നു. പക്ഷേ മനോരമയിലെ വാർത്ത വായിച്ചാൽ കന്യാസ്ത്രീ ബിഷപ്പിനെ പീഡിപ്പിച്ചു എന്ന മട്ടിലായിരുന്നു. കാരണം ബിഷപ്പിൻ്റെ വിശദീകരണത്തിനാണ് കന്യാസ്ത്രീയുടെ പരാതിയേക്കാൾ മനോരമ പ്രാധാന്യം കൊടുത്തത്. മാത്രമല്ല അത് അധികം ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ അഗണ്യ കോടിയിലാണ് വാർത്ത ഉണ്ടായത്. മാതൃഭൂമി അങ്ങനെയല്ല, സാമാന്യം വിശാലമായിട്ട് തന്നെ വാർത്ത കൊടുത്തു. പിന്നീട് മറ്റ് പത്രങ്ങളും അത് ഏറ്റുപിടിച്ചു. ഏറ്റവും ചെറിയ വാർത്തകൾ വന്ന ദീപികയിലും പിന്നെ നമ്മുടെ പാർട്ടി പത്രമായ ദേശാഭിമാനിയിൽ വരും. ദീപികയേക്കാൾ താല്പര്യം ദേശാഭിമാനിക്കായിരുന്നു ഫ്രാങ്കോയെ രക്ഷിക്കാൻ. ഏതായാലും മാതൃഭൂമിയുടെ പുറകെ മാധ്യമം, കേരളകൗമുദി മുതലായ പത്രങ്ങളും ഏഷ്യാനെറ്റ് മുതലായ TV ചാനലുകളും ഇത് ഏറ്റെടുത്തു. അതിൻ്റെ അടുത്ത ഘട്ടത്തിലാണ് ഈ ഏതാനും കന്യാസ്ത്രീകൾ എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിലുള്ള വഞ്ചി സ്ക്വയറിൽ വന്ന് സത്യാഗ്രഹ സമരം തുടങ്ങി. ആ സത്യാഗ്രഹ സമരമാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഫ്രാങ്കോയുടെ അറസ്റ്റിലേക്ക് നയിച്ചത്. 2018 സെപ്റ്റംബർ 21 ഫ്രാങ്കോ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിൻ്റെ പിറ്റേ ദിവസമാണ് കന്യാസ്ത്രീകളുടെ സമരം അവസാനിപ്പിച്ചത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഫ്രാങ്കോയ്ക്ക് ഏതാണ്ട് 21 ദിവസം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി. പിന്നെ നീണ്ടു നിന്ന വിചാരണ കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയിൽ നടന്നു. സെഷൻസ് ജഡ്ജി ഇദ്ദേഹത്തിന് സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി വിട്ടയച്ചു. പക്ഷേ ഫ്രാങ്കോയുടെ സിംഹാസനം നഷ്ടപ്പെട്ടു. മാർപ്പാപ്പ അദ്ദേഹത്തെ ബിഷപ്പ് പദവിയിൽ നിന്ന് നീക്കം ചെയ്തു. ജലന്ധർ രൂപതയ്ക്ക് പുതിയൊരു അധ്യക്ഷനെ നിയമിച്ചു. ഇദ്ദേഹം ഇങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാതെ കൂലിയില്ലാത്ത ഒരു നാമമാത്രം ബിഷപ്പായിട്ട് തുടരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതാണ് ഫ്രാങ്കോയുടെ ഇന്നത്തെ അവസ്ഥ. കോടതി വെറുതെ വിട്ടെങ്കിലും ഫ്രാങ്കോയെ പൊതുജന മനസാക്ഷി വെറുതെ വിട്ടില്ല, കത്തോലിക്ക സഭയും വെറുതെ വിട്ടില്ല. പുള്ളിയുടെ ഉദ്യോഗം നഷ്ടപ്പെട്ടു, പുള്ളിയുടെ പദവി നഷ്ടപ്പെട്ടു. ഒരു നാമമാത്രം ബിഷപ്പായിട്ട് ജനങ്ങളുടെയൊക്കെ പരിഹാസത്തിനും പുച്ഛത്തിനും അവഹേളനത്തിനും പാത്രീഭൂതനായി അദ്ദേഹം ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. ഇതിലും ഭേദം പുള്ളിയെ ശിക്ഷിക്കുന്നതായിരുന്നു, ജയിലിൽ പോയി സമാധാനമായിട്ട് കിടക്കാൻ. ഈ റോബിനും മറ്റുമൊക്കെ കിടക്കുന്ന പോലെ ഇദ്ദേഹത്തിന് സ്വസ്ഥമായിട്ട് സുഖമായിട്ട് ജയിലിൽ വല്ല വിറക് വെട്ടിയോ വെള്ളം കോരിയോ അല്ലെങ്കിൽ പ്രിൻറ്റിംഗ് പ്രസ്സിൽ ജോലി ചെയ്തു, അതുമല്ലെങ്കിൽ മറ്റ് പുള്ളികൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയൊക്കെ സമാധാനമായിട്ട് ജീവിക്കാറ്. ഇതിപ്പോൾ പുള്ളിക്ക് അതുമില്ല ഇതുമില്ല എന്നുള്ള അവസ്ഥയിലായി. അതിനുശേഷം കന്യാസ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അധികം ആൾക്കാർ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഈ സമരം നടക്കുന്ന കാലത്ത് ഇതുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. കന്യാസ്ത്രീകൾ സത്യാഗ്രഹത്തിൽ വന്ന ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. അത് ഓണത്തിൻ്റെ അവധിക്കാലത്തായിരുന്നു. നമ്മുടെ ഫാദർ അഗസ്റ്റിൻ വട്ടോളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ കന്യാസ്ത്രീകൾ വഞ്ചി സ്ക്വയറിൽ സമരം തുടങ്ങിയാണ്, വക്കീൽ വളരെ പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ ആലുവയിൽ നിന്ന് മെട്രോയിൽ കയറി MG റോഡിൽ ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് ഈ സമരം നടക്കുന്ന സ്ഥലത്തെത്തിയത്. കന്യാസ്ത്രീകൾ ആദ്യ ദിവസം 2-3 മണിക്കൂർ പന്തലുണ്ടായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ അവർ വരുന്നു, ആ സമയത്ത് നമുക്കറിയില്ല. ഏതായാലും ഈ ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്യുന്നവരെ എല്ലാ ദിവസവും ഇവർ സമരപ്പന്തലിൽ വരികയും ആ സമരത്തിന് വലിയ ഒരു മാധ്യമ ശ്രദ്ധ ലഭിച്ചു. ഈ ദേശാഭിമാനി ദീപിക ഒഴിച്ച് ബാക്കി എല്ലാ പത്രത്തിലും വാർത്ത വന്നു. മനോരമയ്ക്ക് ആദ്യം വാർത്ത കൊടുക്കാൻ മടിയാണ്. നാടിച്ച് നാഗം കടിച്ചാണ് മനോരമ വാർത്ത കൊടുത്തത്. നിവൃത്തിയില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ബാക്കി മനോരമ വരുത്തുന്ന ആൾക്കാർ പത്രം നിർത്തിക്കളയുമെന്ന് പേടിച്ചിട്ട് അച്ചായൻ കന്യാസ്ത്രീ സമരത്തെക്കുറിച്ചുള്ള വാർത്തകൾ വളരെ വിഷമത്തോടുകൂടി വേദനയോടുകൂടി മനസ്താപത്തോടി പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത്. ഏതായാലും ധർമ്മസമരം വിജയിച്ചു. ജസ്റ്റിസ് കമാൽ പാഷയെ പോലെ ഉള്ള ആളുകൾ, പിന്നെ നമ്മുടെ ലതിക സുഭാഷെ പോലെയുള്ള നേതാക്കൾ, ഇവരൊക്കെ സത്യാഗ്രഹ പന്തലിൽ വന്ന് ഇത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പിന്നെ കത്തോലിക്ക സഭയോട് മറ്റു തരത്തിൽ ചുരുക്കുള്ള ആളുകളും അതിനകത്തുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഹിന്ദു ഐക്യവേദിക്കാർ, അതുപോലെ ജമാഅത്തെ ഇസ്ലാമി, അവരുമായി ബന്ധപ്പെട്ട ചില ആളുകളും ചില മഹിളാ സംഘടനകളൊക്കെ അവിടെ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അവരുടെയൊക്കെ അജണ്ട വേറെയാണ്, ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഏതായാലും അങ്ങനെയാണ് ഫ്രാങ്കോയുടെ അറസ്റ്റ് ഉണ്ടായത്. അല്ലെങ്കിൽ YK DYSP സുഭാഷ് എന്ന് പറഞ്ഞിരുന്ന അയാളുടെ പേര്. പുള്ളി ഇവിടുന്ന് ഒരു വിലങ്ങുമായിട്ട് ജലന്ധർ വരെ പോയതാണ്. അവസാനം ഫ്രാങ്കോയെ കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞ് പോയ പോലെ ഉറി പോലെ തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ഏതായാലും ആ സഹന സമരം നയിച്ച കന്യാസ്ത്രീകളിൽ പ്രമുഖയായിരുന്നു സിസ്റ്റർ അനുപമ. ഈ കേസ് വെറുതെ വിട്ടപ്പോൾ ഇവർക്ക് വലിയ മനസ്താപമുണ്ടായി. അവർ കുറവലങ്ങാട്ടെ കന്യാസ്ത്രീ പടത്തിൽ ഏതാണ്ട് ആ വീട്ടുതറങ്കൽ എന്ന് പറഞ്ഞ പോലെയാണ് ജീവിച്ചത്. ഇവർക്ക് നേരെ ഭീഷണി ഉണ്ടായിരുന്നുകൊണ്ട് പോലീസ് പിക്കറ്റ് ഏർപ്പെടുത്തിയിരുന്നു.
ആ സമയത്ത് ഒരിക്കൽ കുറവലങ്ങാട്ട് ഈ മഠത്തിൽ പോകാൻ അവസരം കിട്ടിയവരാണ്. അവരത്ര ഒറ്റപ്പെട്ടാണ് അവിടെ ജീവിക്കുന്നത് എന്ന് അന്ന് മനസ്സിലായി. അവർക്ക് പ്രത്യേകിച്ച് മറ്റ് വരുമാന മാർഗ്ഗങ്ങൾ കാര്യമായിട്ടൊന്നുണ്ടായിരുന്നില്ല. അവർ കോഴിയെ വളർത്തി, പശുവിനെ പരിപാലിച്ചു. പിന്നെ ആ മഠത്തിലെ വളപ്പിൽ നിന്ന് കിട്ടുന്ന ചെറിയ തേങ്ങ, അടക്ക ഇങ്ങനെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടുമാണ് ഇവർ ജീവിച്ചത്. 6 കന്യാസ്ത്രീകൾ അന്നും ഉണ്ടായിരുന്നു ഈ വിമത വിഭാഗത്തിൽ. അതിൽ 3 പേരാണ് ഇപ്പോൾ മഠം ഉപേക്ഷിച്ചത്. അതിന് സിസ്റ്റർ അനുപമ, മറ്റ് 2 പേരും. അങ്ങനെ അവർ മഠം ഉപേക്ഷിച്ചു. സത്യത്തിൽ അവർ പണ്ട് ഉപേക്ഷിക്കേണ്ടായിരുന്നു. ഈ സമരത്തിന് പോണേ മുമ്പ് തിരുവസ്ത്രം ഊരി ആ തിരുസഭയുടെ ആഫീസിൽ, ഈ എറണാകുളം ആർച്ച് ബിഷപ്പിൻ്റെ ആഫീസ് അതിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ, ലത്തീൻ ബിഷപ്പിൻ്റെ ആഫീസ് വഞ്ചി സ്ക്വയറിന് തൊട്ടടുത്താണ്. അവിടെ കൊണ്ട് കൊടുത്ത് ഗുഡ് ബൈ പറഞ്ഞിട്ടാണ് അവർ സമരം ചെയ്യേണ്ടത്. ഏതായാലും തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെയാണ് അവർ സമരം ചെയ്തത്. ആ സമരം കൊണ്ട് ഫ്രാങ്കോയെ ജയിലിൽ അയക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും അതുണ്ടാക്കിയ ധാർമ്മികമായ ഒരു തിരിച്ചടി എന്ന് പറഞ്ഞ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതായിരുന്നു. കത്തോലിക്ക സഭയുടെ ചരിത്രം എഴുതുന്ന ആളുകൾക്ക് കന്യാസ്ത്രീ സമരത്തിന് മുമ്പും കന്യാസ്ത്രീ സമരത്തിന് ശേഷവും എന്ന് പറഞ്ഞ് 2ആയിട്ട് എഴുതേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയമില്ല. ഏതായാലും ഈ വൈകിയ വേളയിലെങ്കിലും തിരുവസ്ത്രം ഉപേക്ഷിച്ച് സാധാരണ വസ്ത്രം ധരിച്ച ആ സിസ്റ്റർ അനുപമയും അവരുടെ 2 സഹപ്രവർത്തകരെയും അഭിനന്ദിക്കാതിരിക്കാൻ യാതൊരു നിവൃത്തിയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. സിസ്റ്റർ അനുപമയുടെ സ്വദേശം ചേർത്തലക്കടുത്ത് പള്ളിപ്പുറമാണ്. അവർ പള്ളിപ്പുറത്തുള്ള വീട്ടിൽ തിരിച്ചെത്തി എന്ന് മാത്രമല്ല, അവിടെ ഇൻഫോ പാർക്കിൽ ഒരു സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ജോലി സ്വീകരിച്ചു. താൽക്കാലിക ജോലിയാണ് എങ്കിൽ പോലും വരുമാന മാർഗം കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. സിസ്റ്റർ അനുപമയ്ക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ തിരുവസ്ത്രം ഉപേക്ഷിച്ച് സാധാരണ വസ്ത്രം ധരിച്ച് മാന്യമായി ജീവിക്കാനുള്ള സൗകര്യവും സാഹചര്യവും ഉണ്ടാകട്ടെ. കർത്താവായ യേശു മിശിഹ ഈ പുറത്ത് വന്ന 3 കന്യാസ്ത്രീകളെയും ഈ പീഡനം അനുഭവിച്ചുകൊണ്ട് ഇപ്പോഴും മഠത്തിൽ തുടരുന്ന മറ്റ് 3 സഹോദരിമാരെയും കാത്തുരക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ എളിയ വാക്കുകൾ അവസാനിപ്പിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.